ഡിവൈഎഫ്ഐയുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനം മാവേലിക്കരയിൽ ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു. 4 ദിവസങ്ങളായി സംഘടിപ്പിച്ചിട്ടുള്ള സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ സമ്മേളനം മാവേലിക്കരയിൽ തുടങ്ങി. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ ബുധനാഴ്ച വൈകിട്ട് സമ്മേളന നഗറിൽ എത്തി. സ്വാഗത സംഘം കൺവീനർ MS അരുൺകുമാർ MLA പൊതുസമ്മേളന നഗറിൽ പതാക ഉയർത്തി. വ്യാഴാഴ്ച രാവിലെ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു. രാവിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ജില്ലാ പ്രസിഡന്റ് S സുരേഷ് കുമാർ പതാക ഉയർത്തി. തുടർന്ന് മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ M രജീഷ് നഗറിൽ പ്രതിനിധി സമ്മേളനം തുടങ്ങി. ജില്ലാ പ്രസിഡന്റ് S സുരേഷ് കുമാർ അധ്യക്ഷനായി. രാംജിത്ത് രക്തസാക്ഷി പ്രമേയവും R അശ്വിൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ G അജയകുമാർ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് B വസീഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യങ്ങളോട് ഇവരെടുക്കുന്ന സമീപനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ പശ്ചിമേഷ്യയിൽ എടുക്കുന്ന സമീപനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇറാനോട് എടുക്കുന്ന സമീപനം കണ്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഈ ലോകത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. നമ്മൾ എല്ലാ കാലത്തും ഡിവൈഎഫ്ഐ സാമ്രാജ്യത്വ വിരുദ്ധ ചേരിയിലാണോ യുദ്ധവിരുദ്ധ മുന്നണിയിലാണോ? ഇസ്രായേൽ പലസ്തീൻ ആക്രമിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ഇപ്പോ മുൻപെങ്ങുമില്ലാത്ത തരത്തിലൊരു പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഇതെന്തോ മതപ്രശ്നമാണോ എന്നുള്ള നിലക്ക് ഞാൻ വിശദീകരിച്ചു പോകുന്നില്ല. അത് മതപ്രശ്നമല്ല, അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. പിറന്നു വീണ മനുഷ്യർക്ക് ആ നാട്ടിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകണം. അതിനുവേണ്ടി പൊരുതി നിൽക്കുന്ന ആയുധമില്ലാത്ത നിരായുധരായ മനുഷ്യർക്കു മേലാണ് ഈ ഇസ്രായേൽ അക്രമം നടത്തുന്നത്. ജില്ലാ സെക്രട്ടറി ജെയിംസ് ശാമുവൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡിവൈഎഫ്ഐ CPM നേതാക്കൾ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രതിനിധി സമ്മേളനം വെള്ളിയാഴ്ചയും തുടരും. ശനിയാഴ്ച വൈകിട്ട് കരയമ്പട്ടം ജംഗ്ഷനിൽ നിന്ന് യുവജന റാലി ആരംഭിച്ചു. ബുദ്ധ ജംഗ്ഷനിൽ നടക്കുന്ന പൊതുസമ്മേളനം സജി ചെറിയാൻ MLA ഉദ്ഘാടനം ചെയ്യും.